കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ജന്തർ മന്ദറിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരമിരിക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് മടക്കം. ജൂൺ 6 ദില്ലിയിലെത്തും. സമരത്തിൽ അണിചേരാൻ രാജ്യത്ത് യുവാക്കളോട് ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ അഭിജിത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിതിൻ അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കോക്രോച്ച് പാർട്ടി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ത്യയിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അഭിജിത്ത് അദ്ദേഹം സ്ഥാപകനാണ്, യു എസിലിരുന്നായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ 6-ാം തീയതി ഈ മാസം 6-ാം തീയതി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ എന്ത് മാറ്റമാണ് ഇത് സംഭവിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നിതിന്, അഭിജിത്ത് വരികയാണ് ഇന്ത്യയിലേക്ക്. അത് നേരത്തെയുള്ള ആക്ഷേപം അമേരിക്കയിലിരുന്നാണ് നിയന്ത്രിക്കുന്നത് എന്നും നേരിട്ട് രംഗത്ത് വരാൻ ഭയമാണ് എന്നും മറ്റുമായിരുന്നു. അതിപ്പോൾ അഭിജിത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കാര്യമായ ഇമ്പാക്റ്റ് പ്രതീക്ഷിക്കണോ? അതെ രഞ്ജിത്ത്, ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിൽ കോളിളക്കം തന്നെ സൃഷ്ടിച്ച CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് റിലേഷൻ വിദ്യാർത്ഥിയായിട്ടാണ് അഭിജിത്ത് പഠിക്കുന്നത്. ജൂൺ 6-നാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ സമരം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ജന്തർ മന്ദറിൽ വെച്ച് നടത്താനിരിക്കുന്ന സമരത്തിന് ഡൽഹി പോലീസിൽ നിന്നും അദ്ദേഹം ആദ്യമേ അനുമതി തേടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമരത്തിൽ അണിചേരാൻ രാജ്യത്തെ യുവാക്കളോടും അദ്ദേഹം ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പം സമരത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നും CBSE പരീക്ഷയെ തുടർന്നുമുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം ചെയ്യുക എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ദില്ലി വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന അദ്ദേഹം കാൽനടയായി ദില്ലി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് വീഡിയോയിൽ, ഒന്നിച്ച് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ അധികാരികൾക്കൊന്നും കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ. ഏതായാലും കോക്രോച്ച് പാർട്ടിയുടെ സ്ഥാപകൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അത് ഏത് തരത്തിൽ പാർട്ടിയുടെ വളർച്ചയെ അല്ലെങ്കിൽ അദ്ദേഹം പ്രഥമ ലക്ഷ്യം വെക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ്, BJPക്ക് ഭീഷണിയാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.